ഓണാണ്. ഞങ്ങള് രാവിലെ എണീച്ചിട്ട് ഞാനും സാറയും അപ്പായും കൂടെ പൂ പറിക്കാൻ വന്നേക്കാണ്. പൂ ഇട്ടോന്ന് അറിയില്ല, പക്ഷെ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. നമുക്ക് ഇച്ചിരി പൂ കിട്ടി ഫ്രണ്ട്സ്. പക്ഷെ സാറപ്പൂ ആണെങ്കിൽ നല്ല ഉറക്കാണ്. നമ്മുടെ ബാഗിനകത്ത് നമുക്ക് കുറച്ച് പൂ കിട്ടിയിട്ടുണ്ട്. പിന്നെ ശ്യാമിന്റെ ബക്കറ്റിൽ ഒരു ഇത്തിരി പൂവുണ്ട്. അങ്ങനെ ഞങ്ങൾ പൂ അന്വേഷിച്ച് വന്നു അവസാനം പാർക്കിൽ വിസിറ്റ് വന്ന പോലെയായി. നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട്. മൊത്തം പച്ചപ്പ്, പക്ഷെ പൂവില്ലാതെ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് പൂവൊക്കെ എടുത്തു, നമ്മുടെ കട്ടയൊക്കെ ഫുള്ളായി. ഇനി നമ്മള് പൂ വീട്ടിൽ പോയിട്ട് പൂ ഇടാൻ പോവാണേ. എന്നാ കൊച്ചു പൂക്കളും റെഡിയായി. പിന്നെ ഞാനും രാവിലെ തൊട്ട് കുഞ്ഞും അമ്മയും കൂടെ കിച്ചണിലെ പണിയാണ് കേട്ടോ. അപ്പൊ അവര് എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ഓണസദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാര്യം കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞങ്ങളെല്ലാം അത്യാവശ്യം വേണ്ട എല്ലാ വിഭവങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞങ്ങൾ എന്തൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാല് കാവറുത്തത്, ശർക്കര വരട്ടി, ഉപ്പ്, അവിയല്, ഇഞ്ചിപ്പുളി, അച്ചാറ്, കാളൻ, മധുരപ്പച്ചടി, അതുപോലെ തന്നെ ബീട്രൂട്ട് പച്ചടി, പിന്നെ ഓലനായിട്ട് നമ്മള് കോവയ്ക്കാത്തോരൻ ഉണ്ടാക്കിയേക്കുന്നത്, പിന്നെ സാമ്പാറ്, പിന്നെ 2 കൂട്ടം പായസം ഉണ്ട്. ഒന്ന് ശർക്കര പായസമാണ്, അത് നുറുക്ക് ഗോതമ്പ് പായസം, പിന്നെ പാൽ പായസമായിട്ട് സേമിയ ഉണ്ടാക്കിയേക്കുന്നത്, പപ്പടം, പഴം, ചോറ്. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കുകയാണ്. ഞങ്ങളുടെ സാറുമോക്കടെ ആദ്യത്തെ ഓണമായിരുന്നു. പക്ഷെ സാറയ്ക്ക് ഇപ്പൊ ഒന്നും അറിയില്ല, ആകെ ഇപ്പൊ 1 വയസ്സായിട്ടില്ലാത്തതുകൊണ്ട് അടുത്ത വർഷമാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ചോറ് വാരി എറിഞ്ഞ് ഓണം അവൾ ആഘോഷിക്കും. ഇന്നിപ്പോ തൽക്കാലം അവളുടെ മൂഡ് അത്ര ശരിയില്ല, അതുകൊണ്ട് അവൾ പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ UK ഹോമിലെ ഓണം. ഞങ്ങള് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ മമ്മിക്കും പപ്പയ്ക്കൊക്കെ ഒരു വിഷമാണ്, അവര് ഞങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആഘോഷിക്കുവാണല്ലോ എന്നുള്ള. പക്ഷെ ആ ഫീലിംഗ് ഒന്നും വേണ്ട, ഞങ്ങൾ എല്ലാ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങള് അല്ലേ സിയാന് എന്തെങ്കിലും പറ. എനിക്ക് നല്ലതായിട്ട് വിശക്കുണ്ട്. അപ്പൊ നമ്മള് പായസമൊക്കെ കൂട്ടി അടിച്ചു കഴിഞ്ഞ്, അപ്പൊ നമ്മള് UK നാട്ടിലാണെന്നുള്ളൊരു ചിന്തയാ ഇപ്പോഴും. അതുപോലെ മനോഹരമാണ് അല്ലേ? അതെ അതെ.
ആണെങ്കിലും നമ്മൾക്ക് ഓണം നമ്മളിവിടെ അടിപൊളിയായിട്ട് ആഘോഷിക്കുവാണ്. നാട്ടിൽ അങ്ങനെ നമുക്ക് മിസ് ചെയ്യണില്ല. പക്ഷെ എല്ലാം അടിപൊളിയായി അല്ലേ? അതെ, അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ഓണം.